ഹലോ എക്സാമിനർ ക്ലാസ് 8 ഫാമിലി. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഇനി ആകെ 60 ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. അതായത് 2 മാസം മാത്രമേ ഇനി നമുക്ക് ബാക്കിയുള്ളൂ, നമ്മുടെ മുൻപിലുള്ളൂ. അതിനുള്ളിൽ നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞുതരാം, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് ഓരോ സബ്ജക്റ്റിലും എന്നുള്ളത്. ഒരുപാട് ചാപ്റ്റേഴ്സ്, ഏകദേശം 40ഓളം ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതെല്ലാം റിവൈസ് ചെയ്യും വേണം അല്ലേ. ചില സബ്ജക്റ്റുകളിലൊക്കെ ഹിന്ദിയിലൊന്നും ഉണ്ടാവില്ല, മറ്റു മാത്സിലും ബേസിക് സയൻസ് പോലെയുള്ള സബ്ജക്റ്റുകളിലൊക്കെ ഓണപരീക്ഷയ്ക്കുണ്ടായ ചാപ്റ്റേഴ്സ് കൂടി നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കും എന്നുള്ളതാണ്. ഒരു 10% അല്ലെങ്കിൽ ഒരു 20% ആ ഭാഗത്തുനിന്നും കൂടി ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അറിയുമ്പോഴാണ് നമുക്ക് എത്രത്തോളം പഠിക്കാനുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഗൗരവം വരിക, ഒരു സീരിയസ്നെസ് വരിക. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ആരെങ്കിലും ഒരാൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇനി മുതൽ ഞാൻ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുമെന്ന് തീരുമാനിച്ചാൽ അതാണ് ഈ ഒരു വീഡിയോയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ പൗസ് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ക്രിസ്മസ് എക്സാമിന് എക്സാമിനറിനോട് കൂടെ നിന്ന് ഫുൾ മാർക്ക് സെറ്റ് ആക്കും സാർ എന്ന് എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓണപരീക്ഷയ്ക്ക് പഠിച്ച പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓണപരീക്ഷ കിട്ടിയ പോലെ മാർക്ക് ക്രിസ്മസ് എക്സാമിന് കിട്ടുമോ മക്കളെ? നിങ്ങളൊന്ന് പറഞ്ഞേ, നമുക്ക് കിട്ടുമോ? ഓണപരീക്ഷയ്ക്ക് നമുക്ക് വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, 2 ചാപ്റ്റർ 4 ചാപ്റ്റർ മാക്സിമം. അതാണല്ലേ ചില മാത്സിലൊക്കെ 4 ചാപ്റ്റർ, അല്ലെങ്കിൽ എന്താ പറയുക ബേസിക് സയൻസിൽ അതേപോലെ ഓരോ സബ്ജക്റ്റിൽ നിന്ന് 2 വീതം ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഹിന്ദിയിലൊക്കെ 4 ചാപ്റ്റർ അല്ലെങ്കിൽ 3 ചാപ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ക്രിസ്മസ് എക്സാമിന് കളി മാറാൻ വേണ്ടി പോവാണ്. യെസ്, തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഓണപരീക്ഷയ്ക്ക് എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചത്, എക്സാമിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ അവിടെ നിന്നൊക്കെ വീഡിയോസൊക്കെ കണ്ട് അല്ലേ, മാരത്തോണൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ഒരുവിധം മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാർക്ക്, നിങ്ങൾ വെറുതെ ക്ലാസ് കണ്ടു ലൈവ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, പഠിച്ചതുകൊണ്ടാണ് എക്സാം ഹാളിൽ നിങ്ങൾക്കത് ഓർത്ത് എഴുതാൻ പറ്റുന്നത്. ചുമ്മാ ലൈവിൽ വന്നിട്ട് കമൻറ്റ് ചെയ്ത് ആയിരുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്, അത് മനസ്സിലാക്കിയിട്ടുണ്ട്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും എക്സാം ഹാളിൽ അതൊക്കെ ഓർത്തെടുത്ത് എഴുതിയിട്ടുമുണ്ട് അല്ലേ മക്കളെ? യെസ്, ചുമ്മാ ലൈവ് വന്നാൽ ലൈവ് വന്ന് കണ്ടിരുന്നെന്ന് കരുതിയിട്ട് മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, എക്സാം ഹാളിൽ അതൊക്കെ നിങ്ങൾക്ക് ഓർക്കാനും കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിവുള്ള മക്കളാണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയാം. എന്നെക്കൊണ്ട് കഴിയും, ഞാൻ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. ഓക്കെ, പക്ഷേ നമുക്ക് ഈ ക്രിസ്മസ് എക്സാമിന് ഓവർലോഡാണ്. അപ്പോൾ നമ്മൾ ഓണപരീക്ഷയ്ക്ക് ചെയ്ത അതേ പരിപാടി ഇവിടെ നമുക്ക് പ്രാക്ടിക്കലല്ല അല്ലേ, നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല. കാരണം പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ വന്നിട്ട് ലൈവ് മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി കഴിയില്ല. കാരണം ഇത്രത്തോളം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. മാത്സിൽ 4 ചാപ്റ്റർ ഏതാ പറയുന്നത്, ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള ചാപ്റ്റേഴ്സാണ് 4. അപ്പോൾ അതിന് മുമ്പുള്ള ചാപ്റ്റേഴ്സ് ഒന്നും ഉണ്ടാവും. 4+2 വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഒരു 6 ചാപ്റ്ററൊക്കെ മാത്സിൽ നിന്നുണ്ടാവും. ഓക്കെ, അതും സർവ്വസമവാക്യങ്ങൾ, ഐഡൻറ്റിറ്റീസ് എന്നൊക്കെ പറയുന്ന ചാപ്റ്ററൊക്കെ അതുപോലെയുള്ള വലിയ ചാപ്റ്റേഴ്സാണ് നമുക്ക് വരാനുള്ളത് അല്ലേ. 4 ചാപ്റ്റർ മാത്സിലുണ്ട്. ബേസിക് സയൻസിലാണെങ്കിലോ 8 മുതൽ 9 വരെ ചാപ്റ്റേഴ്സ്, 8 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ഉണ്ട്. പിന്നെ ഏതോ 2 ചാപ്റ്റേഴ്സിൻ്റെ പകുതിയൊക്കെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അപ്പോൾ 9 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് ബേസിക് സയൻസിൽ നിന്ന് മാത്രം പഠിക്കാനുള്ളത്. കഴിഞ്ഞില്ല SS അല്ലേ, 6 ചാപ്റ്ററാണ് നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ നിന്നും പഠിക്കാനുള്ളത്. 6 ചാപ്റ്റേഴ്സ് അല്ലേ. ആൻഷ്യൻ തമിഴൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ എല്ലാ ചാപ്റ്റേഴ്സും തരും കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷ് നമുക്ക് 8 ചാപ്റ്റർ, അതായത് 4 കവിതകളും അതുപോലെ 4 എസ്സേ ടൈപ്പ് അല്ലെങ്കിൽ സ്റ്റോറി ടൈപ്പുള്ള 4 ചാപ്റ്റേഴ്സും ഉണ്ട്. അങ്ങനെ 8 ചാപ്റ്റേഴ്സാണ് ഇംഗ്ലീഷിലുള്ളത്. ഹിന്ദിയിലും 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഈ 7 ചാപ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ ഹിന്ദിയിൽ. പിന്നെ ഫസ്റ്റ് ടൈമിലെ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഈ സെക്കൻഡ് ടൈമിലുള്ള ഈ ഒരു 7 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കാൻ അതന്നെ ഉണ്ടല്ലോ, എന്തിനാ കൂടുതൽ അല്ലേ. ഓക്കെ, 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് പോലെയുള്ള സബ്ജക്റ്റുകളിൽ നിന്ന് ഒരു 5 to 6 ചാപ്റ്റേഴ്സൊക്കെ മലയാളം സെക്കൻഡിൽ നിന്നും, അതുപോലെ അറബി, ഉറുദു, സാൻസ്ക്രിറ്റ്, മലയാളം പോലെയുള്ള സബ്ജക്റ്റുകളിൽ നിന്നും അതും ഉണ്ടാവും. ഏകദേശം ഇവിടെ 2 കൂടി ചേർത്ത് നമുക്കൊരു 10 എഴുതാം അല്ലേ. രണ്ട് സബ്ജക്റ്റിൽ നിന്നും നമുക്കൊരു 10 ചാപ്റ്റേഴ്സ് നമുക്ക് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജിൽ നിന്നും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ഏറെക്കുറെ ഏകദേശമാണ് ഒരു 40 to 45 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ മുൻപിലുള്ളത് വെറും 60 ദിവസം അല്ലേ. എത്രയാ? ഓൺലി 60 days റിമൈനിങ്. ഓക്കെ, ഓൺലി 60 days, 60 ദിവസമാണ് മക്കളെ നമ്മുടെ മുമ്പിലുള്ളത്.
ഒരു ദിവസം ഒരു 1.5 ചാപ്റ്റർ നിങ്ങൾ കവർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രിസ്മസ് എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതും 60 ദിവസം എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് നമുക്ക് എന്താണ് ആ ഒരു പരീക്ഷ തുടങ്ങുന്ന ഡിസംബർ 10 എന്ന് പറയുന്ന ആ ഒരു 10 അല്ലെങ്കിൽ 12 അല്ലേ, ആ ഒരു ദിവസമാണ് നമ്മൾ ഈ 60 എന്ന് പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് റിവൈസ് ചെയ്യണ്ടേ? ഡിസംബർ 1st വീക്കിൽ നമുക്ക് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണ്ടേ? അപ്പോൾ മക്കളെ ടെൻഷൻ ഉണ്ടോ? ഈ ചാപ്റ്ററൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കുന്നതിനെക്കുറിച്ച് ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ഒരു ടെൻഷനും വേണ്ട മക്കളെ, നിങ്ങൾ ഇങ്ങ് കയറിപ്പോരെ. നമ്മുടെ ശക്തി ബാച്ചിൽ കൃത്യമായ ടൈം ടേബിളോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ക്രിസ്മസ് എക്സാമിനുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി തരും നവംബർ ലാസ്റ്റ് വീക്കോട് കൂടി. ഓക്കെ, നവംബർ ലാസ്റ്റ് വീക്കിൽ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യും നവംബർ ലാസ്റ്റ് വീക്കിൽ. ഓക്കെ, നവംബർ ലാസ്റ്റ് വീക്കിൽ നമ്മൾ എന്ത് ചെയ്യും, സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തരും. എന്നിട്ട് ഡിസംബർ 1 to 10 വരെ, 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ നമ്മൾ എന്ത് ചെയ്യും, 1 ഷോട്ട് റിവിഷൻസ് ആയിരിക്കും, നമ്മൾ റിവൈസ് ചെയ്യും. യെസ്, എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യും മക്കളെ. എന്നിട്ട് നമ്മളെ ക്രിസ്മസ് എക്സാമിനൊരു പോക്കുണ്ട്, അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് സെറ്റാക്കുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ ഈ റിവിഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിലെ ക്ലാസ്സുകളൊക്കെ. ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബാച്ചിൽ ലൈവ് ക്ലാസ്സുകളാണ് ഇപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ അല്ലേ. നിങ്ങൾക്ക് ഡെമോ ഒക്കെ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ നടക്കുക എന്നതിനെക്കുറിച്ചുള്ള അല്ലേ. അപ്പോൾ ആ ലൈവ് ക്ലാസ്സുകൾ ബാച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഏതൊക്കെ സബ്ജക്റ്റിനാണ് ലൈവ് ക്ലാസ് വരുന്നത്? ലൈവ് ക്ലാസ് വരുന്നത് ബേസിക് സയൻസിനും മാത്സിനുമാണ് കേട്ടോ. ബേസിക് സയൻസിനും മാത്സിനും നമ്മൾ 2 പാർട്ടായിട്ട് ലൈവ് ക്ലാസ്സുകൾ തരുന്നു. സോഷ്യലും ലാംഗ്വേജ് ഒക്കെ റെക്കോർഡഡ് ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ നമ്മൾ തരുന്ന ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നവംബർ ലാസ്റ്റ് വീക്കോട് കൂടി നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് റിവൈസ് ചെയ്യാനും വേണ്ടി പറ്റും. ഇതിനൊക്കെ നിങ്ങൾക്ക് ആകെ ചിലവ് വരുന്ന വെറും 2,999 രൂപയാണ്. വെറും 2,999 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ക്രിസ്മസ് എക്സാമും ആനുവൽ എക്സാമും ഒക്കെ നമ്മുടെ കൊല്ലപ്പരീക്ഷയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് സെറ്റാക്കാം. ഫുൾ മാർക്ക് വാങ്ങിത്തരുന്ന കാര്യം എക്സാമിനർ ഫാമിലി ഗ്യാരണ്ടിയാണ് മക്കളെ. ഷമീം സാർ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ധൈര്യത്തോടു കൂടി തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ, അതായത് 7592092091 അല്ലെങ്കിൽ 22 എന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. പിന്നെ 8ാം ക്ലാസ് ആണ്, NMMS സ്കോളർഷിപ്പ് എഴുതാൻ പോകുന്ന ആ ഒരു എക്സാം എഴുതാൻ പോകുന്ന മക്കളും കൂടി ഉണ്ട് അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫൈറ്റർ ബാച്ചിൽ അത് ഫ്രീ ആണ്, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നമ്മുടെ ഫൈറ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നിരന്തരമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ തന്നുകൊണ്ടേയിരിക്കും. ഡെയിലി ക്വിസുകൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ഫൈറ്റർ ബാച്ചിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് NMMSും നേടിയെടുക്കണം. നവംബർ 16-നാണ് നമ്മുടെ എക്സാം വരുന്നത്. ആ ഒരു എക്സാം നമുക്ക് അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമും നമുക്ക് എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് തന്നെ സെറ്റാക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, ക്രിസ്മസ് എക്സാമും NMMS എക്സാമും അടിപൊളിയായിട്ട് അങ്ങ് മലർത്തിയടിക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.